പടിഞ്ഞാറൻ ഉപ്പുകാറ്റും ചൊരിമണലും ആലപ്പുഴയിൽ വനം വളരില്ലെന്ന് വിധി എഴുതിയവരുണ്ട്. വനമില്ലാത്ത ആലപ്പുഴ ജില്ലയിൽ വനക്ഷോഭ തീർത്താണ് ദേവകി അമ്മയും മകൾ തങ്കമണി ടീച്ചറും ഇതിന് മറുപടി നൽകിയത്. വനം എന്നുള്ള ആശയത്തിൽ തുടങ്ങിയതല്ല. ഇപ്പം എനിക്കറിയാവുന്നതാണ് അച്ഛൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും എല്ലാ മരങ്ങളും നട്ടു വളർത്തുക, പച്ചക്കറികളെല്ലാം, കിഴങ്ങുവർഗ്ഗങ്ങളെല്ലാം കാർഷിക പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ്. പണ്ടത്തെ കാലത്ത് ഈ പറഞ്ഞത് നമുക്ക് എണ്ണയും കുഴമ്പും എല്ലാം വീട്ടിലാണ് കാച്ചുന്നത്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ കാച്ചു. അപ്പോൾ അപ്പൂപ്പൻ ഇതെടുക്കാൻ മരുന്നൊക്കെ എടുക്കാൻ പോകുന്നവരോട് പറയും ഇതിൻ്റെ തൈയും കൊണ്ടുവരണം, അടുത്ത വട്ടം ഇതിനു വേണ്ടി നമുക്ക് പോകരുത്. അപ്പോൾ ചെറുപ്പത്തിൽ മുതലേ ഞങ്ങൾക്കറിയാവുന്നത് അമ്മൂമ്മയുടെ കുഴമ്പ് മേടിക്കാനും ആൾക്കാർ വരും, ഈ മരുന്ന് ചെടി, വേരെ, ഇല, കായൊക്കെ എടുക്കാനും ഇവിടെ ആൾക്കാർ വരും. പക്ഷേ അമ്മയ്ക്ക് ഒരു 1980 ഒരു കാർ ആക്സിഡൻറ്റ്, നിങ്ങൾ ആ കാല് കണ്ടു കാണും, ഇപ്പോഴും അവിടെ അവരെല്ലാം ഒടിഞ്ഞു കിടക്കുകയാണ്. ഭാഗ്യത്തിന് മുറിച്ച് കളയേണ്ടി വന്നില്ല. 3 വർഷം അമ്മ കിടപ്പായി. അമ്മ പതുക്കെ എണ്ണീറ്റ് നടക്കാറായപ്പോൾ തൊട്ടടുത്ത് തന്നെ ഓരോന്ന് നടും. അപ്പോൾ കാരണം നടക്കാൻ വയ്യാലോ, ഒരു വടിയും കുത്തിപ്പിടിച്ച് ചെറിയൊരു പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച്. അപ്പോൾ അമ്മയുടെ ആ നടത്തത്തിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി എല്ലാവരും അമ്മയ്ക്ക് തൈകൾ കൊണ്ട് കൊടുക്കുമായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്ന കാട് വെട്ടുന്ന ഒരു മാറിയിട്ട് ഇപ്പം കൂടുതൽ ആൾക്കാർ നട്ടുപിടിപ്പിക്കണം എന്നുള്ള രീതി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ കാണാൻ വരുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ വരെ പറയോ ഞങ്ങൾക്ക് ഇച്ചിരി സ്ഥലമുള്ളിടത്ത് ഞങ്ങൾ നട്ടുപിടിപ്പിക്കും, ഞങ്ങളുടെ സ്കൂളിൽ നട്ടുപിടിപ്പിക്കും. ഇപ്പം എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ തന്നെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് അതിൽ പറഞ്ഞ പോലെ അവർ ഒന്നുകിൽ അവർ ജോലി ചെയ്യുന്നിടത്ത് വീട്ടിൽ അവരുടെ വീടിൻ്റെ മുന്നിലുള്ള റോഡ് സൈഡിൽ ഒക്കെ നട്ടുപിടിപ്പിക്കുന്നത്. അങ്ങനെ കാരണം അവർക്ക് മനസ്സിലായി ഇതുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള. ഇതിന് വൈറ്റ് വുഡ് എന്ന് പറയും. തടി ശരിക്കും ചന്ദനത്തിന്റെ തടി പോലാണ്. പിന്നെ ശിംശിവയുണ്ട്, അശോകമുണ്ട്, ബ്രൗണിയ, ഇത് 3 ഒരു ഫാമിലിയിലാണ്. പിന്നെ മരങ്ങൾ മരോട്ടി, പണ്ടത്തെ മരങ്ങൾ, കാഞ്ഞിരമുണ്ട്, എലഞ്ഞിയുണ്ട്. പിന്നെ റോഡ് സൈഡിൽ നിൽക്കുന്ന പൂമരുതെന്ന് പറയുന്ന റോസും നീലയൊക്കെ, അതിന്റെ പല വെറൈറ്റി പൂക്കളുള്ളതുണ്ട്. മഞ്ചാടിയുണ്ട്. മഞ്ചാടിയും കുന്നിക്കുരുവും പെറുക്കാനും വാങ്ങിക്കാനും ആൾക്കാർ ഒത്തിരി പേര് വരാറുണ്ട്. ഇപ്പം അതിനൊക്കെ നല്ല ഒരു ഡിമാൻഡ് വരുന്നുണ്ട്. കായാമ്പൂ, പിന്നെ അപ്പുറത്തൊരു വലിയ മരമുണ്ട്, ഞങ്ങളതിനെ ബുദ്ധൻ എന്നങ്ങ് പേരിട്ടു. പിന്നെ നക്ഷത്രവൃക്ഷങ്ങൾ മിക്കവാറും എല്ലാം ഉണ്ട്. കാട്ടുവേപ്പ, വേപ്പിൻ്റെ 6 വെറൈറ്റി ഉണ്ട് ഇവിടെ. ഊതുണ്ട്, അഗർവുഡ്, അത്തറുണ്ടാക്കുന്നത് അതിൻ്റെ, ചന്ദനം, രക്തചന്ദനം. പിന്നെ വേങ്ങ, മുള്ളുവേങ്ങ, മുള്ളില്ലാത്ത വേങ്ങ, എണ്ണ വേങ്ങ. പരിസ്ഥിതി ദിനത്തിൽ മാത്രമല്ല എല്ലാ ദിവസവും പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന ചിന്ത തന്നെയാണ് വനമില്ലാത്ത ആലപ്പുഴ ജില്ലയ്ക്ക് ഈ വനക്ഷോഭ സമ്മാനിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ്. റിപ്പോർട്ടർ ആലപ്പുഴ.